Welcome to the most beautiful bookshop in the world. ഇത് ഞാൻ കയ്യിൽ നിന്നെടുത്ത് പറഞ്ഞതൊന്നുമല്ല കേട്ടോ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്. വെനീസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൈബ്രറിയ അഗ്വ ആൾത്ത എന്ന് പറയുന്ന ബുക്ക് ഷോപ്പിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോ. ഇവിടെ ഒരുപാട് സ്റ്റാമ്പുകളും ചിത്രങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് 2026 ആയിട്ടില്ല ഗൈസ്, അപ്പോഴേക്കും 2026 കലണ്ടറുകളൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ പ്ലാനിങ് കലണ്ടേഴ്സ് ആണ് ഇതൊക്കെ. Oh my god. ഈ ബുക്ക് ഷോപ്പിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ആൽമരം ഉണ്ട്. ഈ ആൽമരമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആൽമരം താണ്ടി വേണം നമ്മൾ ബുക്ക് ഷോപ്പിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാനായിട്ട്. ശരിക്കും കുറച്ചു പേരുണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്, നല്ല മഴ സമയമായതുകൊണ്ട്. പക്ഷെ വെനീസിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ ബുക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഇവിടെ ബുക്സ് ഒക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. പല കാറ്റഗറിയിലുള്ള ബുക്സ് ഇവിടെ കാണാൻ സാധിക്കും. വലിയവർക്കും ചെറിയവർക്കും പറ്റിയ എല്ലാ ബുക്സും ഇവിടെ അവൈലബിൾ ആണ്. ചെറിയ ചെറിയ കുഞ്ഞു വഴികളാണ് ഈ ബുക്ക് ഷോപ്പിന്റെ ഉള്ളിൽ തന്നെ ഉള്ളത്. ഒരാൾക്ക് കഷ്ടിച്ച് മാത്രം പ്രവേശിക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വഴികളാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. വളരെ ഭംഗിയാണ് ഈ ഒരു ബുക്ക് ഷോപ്പിന്റെ ഉള്ളിലോട്ട് കടക്കുമ്പോൾ തന്നെ. ഇപ്പൊ അവസാനിക്കും എന്ന് വിചാരിക്കും, പക്ഷെ അവസാനിക്കില്ല. ഇതിന്റെ അവസാനം ഇല്ലേന്ന് തന്നെ നമുക്ക് ചിന്തിച്ചു പോകും. ചെറിയൊരു ബുക്ക് ഷോപ്പിലേക്ക് കടന്നിട്ട് ഒരു വിശാലമായ ഒരു ബുക്ക് ഷോപ്പിലേക്ക് നമ്മൾ നടന്നു നീങ്ങുന്നത് പോലെയാണ്. ഈ ബുക്ക് ഷോപ്പിന്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ ബോട്ട് വെച്ചിട്ട് ആ ബോട്ടിന്റെ ഉള്ളിലാണ് ബുക്കുകളെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് വെനീസ് ആയതിന്റെ പേരിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഗോണ്ടോളാസും ബോട്ടുകളും ഒക്കെ ഉള്ളതിന്റെ പേരിൽ അതിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഇതുപോലെ തന്നെ കാണിച്ചിരിക്കുന്നത്. എന്തായാലും രസമുണ്ട് കാണാനായിട്ട്. ഗൈസ്, ഞങ്ങൾ ലൈബ്രറിയിലേക്ക് വന്നത് മെയിനായിട്ട് ഗോണ്ടോളയുടെ ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ടാണ്. ഇതിന്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഈ ഒരു വഞ്ചിക്ക് പറയുന്ന പേരാണ് ഗോണ്ടോള. അപ്പോൾ പക്ഷേ ഇത് നമുക്കങ്ങനെ എടുക്കാനായിട്ട് സാധിച്ചില്ല. ശരിക്കും നമുക്ക് എടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ രസമായേനെ, നല്ല ഒരു വേറൊരു എഫക്റ്റ് ആയേനെ. സോ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള നമുക്ക് പൈസ പോലും കൊടുക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത തരത്തിലുള്ള ബുക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ശരിക്കും അറിവ് എപ്പോഴും ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ പല ലാംഗ്വേജിലാണ് ഓരോ ബുക്സും. ഇറ്റാലിയൻ, കത്തലാൻ, ഇംഗ്ലീഷ്, പല ലാംഗ്വേജിൽ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈബ്രറിയിൽ ഇതുപോലെ തന്നെ ബോട്ടൊക്കെ പോകണമെന്ന് കാണാം. വരുമ്പോൾ ഗോണ്ടോള കിടന്ന് ആകണം കാണാനൊക്കെ. ഒരു ആസ്തറ്റിക് ആയിട്ട് ലൈബ്രറി ഇത്രയും ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും നോന്ന്. ഇവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ലൈബ്രറി എക്സ്പീരിയൻസ്? വളരെ സന്തോഷകരമാണ്. അതാണ് ആ ചൂട്ടനാണ് നമ്മുടെ ഗൈഡ്. ഇനിയുണ്ട് ഇവിടേക്ക്. ഞാൻ വിചാരിച്ചത് നിന്നെന്ന്. അത്യാവശ്യം നമ്മൾ ഈ ബുക്ക് ഷോപ്പ് കംപ്ലീറ്റ് കവർ ചെയ്തു. പിന്നെ നമ്മൾ സെന്ററിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഗൈസ്. ഇതൊരു വഞ്ചിയാണ്. ഇതിൽ ബുക്സ് വെച്ചിരിക്കുന്നത് നോക്കി എനിക്ക് ആദ്യമേ കണ്ടപ്പോൾ മനസ്സിലായില്ല കേട്ടോ. പിന്നെ നമ്മൾ നടന്ന് ഈ ഒരു സ്ഥലത്തേക്ക് എത്തി. ഇതുണ്ടല്ലോ, റീൽസിലും ടിക്ടോക്കിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഈ ഒരു സ്റ്റെപ്പിൽ കൂടെയൊക്കെ ആളുകൾ മുകളിലോട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ മഴയായതിന്റെ പേരിൽ അത് അവിടെ അടച്ചിട്ടേക്കാണ്. അവിടേക്ക് പ്രവേശനമില്ല. സോ സാഡ്. ഞാൻ ഭയങ്കര സാഡായി പോയി. ഇവിടെ ഒരു പൂച്ചക്കുട്ടീനെ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ പൂച്ചക്കുട്ടീനെ ഇപ്പൊ കാണാനില്ല. ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് പൂച്ചക്കുട്ടീനെ നമുക്ക് കളിപ്പിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഈ ഒരു കോർണറും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റഡ് ആയി. കാരണം നമുക്ക് വന്ന വഴി കൂടെ എക്സിറ്റ് ആവാൻ പറ്റത്തില്ല, വേറെ വഴി കൂടിയാണ് എക്സിറ്റ് ആവേണ്ടത്. പിന്നെ ബുക്സ് ഒക്കെ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഒരു വാള് പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. വൗ, മനോഹരമായിട്ടുണ്ട്. ഇവിടെ മഴ പെയ്തത് കൊണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ കുറച്ച് മണൊക്കെ ഉണ്ട്. കുറേ വർഷങ്ങൾ പഴക്കമുള്ള ബുക്സ് ഒക്കെ തന്നെയല്ലേ. ഈ ബുക്ക് ഷോപ്പിന്റെ ചില സ്ഥലങ്ങളിലെല്ലാം നമുക്ക് നോ എൻട്രി ആണ്. മഴയില്ലാതിരുന്നെങ്കിൽ അവിടെ എല്ലാം കയറായിരുന്നു. ദാറ്റ്സ് ഓക്കെ. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ പോവാണ്. അത്യാവശ്യം നല്ലൊരു ലൈബ്രറി അനുഭവമായിരുന്നു. ഒരുപാട് അനുഭവം നമുക്ക് ഇല്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് ക്ലോസ്ഡ് ആണ്. പക്ഷെ എന്നാലും നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കുറെ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.